പനമേലയൊരുഞ്ഞാല് നിഴലുകളാൽ അതിലിളകും മുടിയാട്ടം കണ്ട തിരിയൊഴിയണ മാനത്ത് നിറപാതിര നീരത്ത്. ഹലോ, നമസ്കാരം. 2 ബ്ലാക്കുകളുടെ കൂടെ ഒരു മഞ്ഞ. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിരുന്നു. അതിരപ്പള്ളി ഭയങ്കര വൈബാണ്, 3400 ആളുകളോളം വന്നിരുന്നു. നല്ല വെള്ളച്ചാട്ടമാണ് പെരുന്നിരുന്ന് തുടർന്നത്. നമ്മൾ അതിരപ്പള്ളി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും രാവിലെ 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞ ട്രിപ്പ് ഉച്ചയ്ക്ക് എപ്പോഴാണ് ഇറങ്ങിയത്? 1 മണി 1:30 ഇറങ്ങിയപ്പോൾ കേട്ടാ നമ്മളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ തുമ്പൂർ മൊഴിയിൽ കയറാറില്ല. ആദ്യം വാഴച്ചാല്, പിന്നെ അതിരപ്പള്ളി, പിന്നെ തിരിച്ചു വരാറാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇത്തവണ നമ്മൾ പതിവിന് വിപരീതമായിട്ട് ആദ്യം തുമ്പൂർ മൊഴി കയറി. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ തീരെ തിരക്കാണെന്നില്ല, പുറത്തൊരു വണ്ടി പോലും ഇല്ല, ഉള്ളിലോട്ട് നമ്മൾ കയറ്റുകയും ചെയ്ത്. അപ്പോൾ ഞാൻ നേരെ ഉള്ളിൽ കയറാൻ തിരിച്ചൊന്ന് കയറി ഇവിടെ കറങ്ങിയിട്ട് അതിരപ്പള്ളിക്ക് പോകുന്നത് തിരിച്ച്. അങ്ങനെ അഫ്സൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അഫ്സലിൻ്റെ ഇടയിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ തൂക്കുപാലം ലക്ഷ്യമാക്കി നടക്കണം കേട്ടോ. നടക്കുന്ന വഴിക്ക് ചെറിയൊരു ചാട്ടം, ചെറുങ്ങനെ ഒരു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു അരുവി. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നോക്കി നിന്നിട്ട് ആ ഒരു ഇത് കണ്ടിട്ട് പയ്യെ വീണ്ടും നമ്മുടെ തൂക്കുപാലം ലക്ഷ്യമാക്കി നടക്കണം നമ്മൾ കേട്ടോ. നമ്മൾ നടക്കണ്ട, നമ്മളപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നടക്കുകയാണ്. അനസ് അടിപൊളി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പൊളി സാധനമാണ്. പോകുന്ന വഴി കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഈ കടകൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ അവിടെ ഐസ്ക്രീം കഴിക്കണം. ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് താഴെ മാതിരി വൈബാണ്, ഒരു ചായ വൈബാട്ടാ. നമ്മൾ തൃശ്ശൂർക്കാരെ ഭാഷ പറഞ്ഞ ഒരു രക്ഷയില്ല കടികളെ. ഇത് എത്തണം കേട്ടോ. ഓടിക്ക് പയ്യുണ്ട്. നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹാങ് ചെയ്യുന്നുള്ളതിൻ്റെ മേലെ കയറും പറയാം കേട്ടോ. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ആർക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മേലെയാണെങ്കിലോ വെള്ളം കിട്ടണം. ഇപ്പം നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മേലെ കേട്ടാം. ഓക്കെ, നമ്മൾ സാധാരണ വരുമ്പോഴേ തുമ്പൂർ മൊഴി കയറാറില്ല. തിരിച്ചു വരുമ്പോൾ കയറാൻ പറഞ്ഞങ്ങോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ രാത്രി അതല്ലെങ്കിൽ നേരെ വാൽപ്പാറയ്ക്ക് ആ വഴിക്കായിട്ട് പോകാറുണ്ട് പതിവ്. ഇത്തവണ നമ്മൾ തിരക്ക് കാണാണ്ടായപ്പോൾ നേരെ കയറിയാണ്. പക്ഷേ കയറിയത് മുതലേ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ട് വണ്ടിയിലോട്ട് കയറുകയാണ്. വഴി കൂടെ ഇറങ്ങി അറ്റം വരെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ട് കപ്പ് വാങ്ങിക്കാനാ പോയത്. പക്ഷെ കപ്പ് കിട്ടിയില്ല. അനുസരിച്ച് ചീത്ത പറയണം. തൽക്കാലം നമ്മൾ കൂൺ വാങ്ങിയിട്ടാ. മൊഴിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഞാനതാരണം മുങ്ങിയല്ലോ അതിരപ്പള്ളി ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാർ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഓവർടേക്ക് ചെയ്ത് വളഞ്ഞു പോയി ടാക്സിക്കാരനാണ്. ഈ വ്യൂ കണ്ടില്ല? ഇത് നമുക്ക് അതിരപ്പള്ളി എത്താൻ റോട്ട് ചെയ്തിടുന്ന ഒരു വ്യൂ ആട്ടാ. അടിപൊളി വ്യൂ ആണ്, കീട്ടിലും വ്യൂ. അതൊക്കെ എന്താ വെള്ളല്ലേ ഈ സംഭവം. നമുക്ക് ഈ മഴക്കാലത്ത് മാത്രം ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ.
നമ്മളിപ്പോൾ ഇവിടുന്ന് സമയം കഴിയില്ല, കാരണം ടൈം തീരെ കുറവാണ്. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ കയറാൻ പോകട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം തിരക്കില്ലെങ്കിലും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി താഴത്തെ കാഴ്ചകൾ നോക്കാം. വണ്ടി പാർക്ക് ചെയ്ത് നടക്കാട്ടോ. കാരണം വെച്ചാൽ മഴ പെയ്ത് പിന്നെ കിട്ടിയ പാർക്കിൽ വണ്ടിയിട്ട് ഇപ്പോൾ നടക്കണം. പിന്നെ സ്റ്റാഫ്സിലൊരു കുടയിലാണ്, ഞാനൊറ്റൊക്കെ ഒരു കുടയിലാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകണം. വണ്ടി പാർക്കിനടുത്ത് തന്നെ പാർക്കിങ് കിട്ടി. ഒരുപാട് ദൂരമൊന്നും പോകേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ എൻട്രൻസ് വിട്ടിട്ട് മേലോട്ട് നടക്കണം. മേലോട്ട് നടന്ന് പിന്നെ താഴോട്ട് കിടക്കണം. നമ്മൾ മഴ പ്രതീക്ഷ വന്നു കേട്ടാ. അതുപോലെ നമുക്ക് മഴ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോഴേ കയറ്റം കയറി കഴിഞ്ഞത് ഇറക്കം തുടങ്ങും കേട്ടോ. ഈ ഇറക്കാണ് ഈ സെൻറ്ററിൽ കാണുന്നത് മറ്റേ വീൽ ചെയർക്ക് ഉള്ള സംഭവമാണ്. ഇറക്കം തുടങ്ങി. അത് അവിടെ നിന്ന് അടിപൊളി വ്യൂ കിട്ടും നമുക്ക് കുറച്ചെടുത്തുമ്പോൾ വെള്ളത്തിൻ്റെ. അപ്പോൾ ഇറക്കം തുടങ്ങും കേട്ടോ. ഇറക്കം കണ്ടോ? വീഡിയോയിൽ എത്രത്തോളം കാണും എനിക്ക് അറിയില്ല കേട്ടോ. അതിൽ പിള്ളേരുന്നവർക്ക് അറിയാം ഇവിടുത്തെ ഇറക്കം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഐസ്ക്രീം ഉണ്ട്. എടാ പ്രകോപിപ്പിക്കാണ്ട് പോയിക്കോ ഡാൻസ്. കാലൊടിഞ്ഞ കുരങ്ങൻ പോണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വ്യൂ ആണ് കിട്ടണം കേട്ടോ. നമ്മൾ മേലെന്ന് പറഞ്ഞ വ്യൂ ഇല്ല കാണുന്നു. വെള്ളം കണ്ടോന്ന് അറിയില്ല. കുത്തി വിളിച്ച് പോവാണ്. ഇത്തവണ താഴോട്ട് പ്രവേശനമില്ല കേട്ടോ. കാരണം നമുക്ക് താഴെ പോയിട്ട് വെള്ളം അടിച്ച് വരണ കാണായിരുന്നു. ഇപ്പം മഴ ഇതായതുകൊണ്ടും താഴെ പാറകളായതുകൊണ്ടും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് താഴോട്ട് അവർ ഇറക്കുന്നില്ല. നമ്മളിത് കാണാനായിട്ട് വന്നിട്ട് ഈ സംഭവം കാണാൻ വന്നു. ശരിക്കും താഴെ ഇറങ്ങണം. താഴെ ഇറക്കി കഴിഞ്ഞാൽ വെള്ളം കറക്റ്റ് നമ്മുടെ മേത്തേക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ഒരു ഇത്തവണ താഴെ ഇറക്കിയില്ല. അത്രയും മഴയും പാരൊക്കെ വഴുക്കിയിരിക്കുന്നതുകൊണ്ടേ സംഭവം ഇതും അടിപൊളി ഫീലാട്ടോ. ഇത് അവിടെ നിന്ന് കാണുമ്പോഴത്തെ ഒരു ഫീലും ഭയങ്കര ഫീലാണ്. അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദനോ തിടുക്കം
ഫൈനലി നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. അനസ് തിരക്കിലുണ്ടാകും, വീഡിയോഗ്രാഫർ തിരക്കിലാണ്. അതെ, നോക്കിയ സ്ഥലം നോട്ടിക്ക് അടിപൊളിയില്ലേ? വെള്ളം ഒഴിച്ചിട്ട് നോക്കിയ ബാക്കിൽ പണ്ട് കുളിച്ചിരുന്ന സ്ഥലമുണ്ടോ? ഞാനല്ല ഇവിടെ പോകുന്നുണ്ട്. ഇറങ്ങാൻ പോയിട്ട് പറ്റില്ല, അടുക്കാൻ പറ്റില്ല, കാട്ടുമാരുണ്ടാകും അവിടെ ചേട്ടന്മാർ. നമ്മളപ്പോൾ തിരിച്ച് കയറാൻ കേട്ടോ. അഫ്സലിനെ കാണുന്നില്ല, അഫ്സൽ മേലെ എത്തി നോക്കണേ. നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടന്മാർ വരുന്നുണ്ട്. ചേട്ടത് അവിടെ നിന്ന് വാങ്ങിയാണോ കോട്ട്? അപ്പൊ നമ്മ തിരികെ പോകണം കേട്ടോ. മേലോട്ട് നട്ടവർക്ക് കേട്ടോ. തീർച്ചയായിട്ടും ഒഴുക്കലൊന്നും ഇല്ല, വൈകിട്ടുണ്ട്. സാധാരണ പണ്ടൊക്കെ ഒഴുക്കാറുണ്ട്. ഫോറസ്റ്റ് ഉണ്ട്, ഗാർഡനറുണ്ട്. അനസ് ആരോ കാണാൻ പോകുന്നത് പോയുണ്ട്. കൂടെ കുറച്ച് പേര് വന്നിങ്ങനെ ഇരിക്കണ്ട, അവനെ കാത്തിരിക്കണം. അപ്പൊ നമ്മള് സുഖിച്ചിറങ്ങി ഇറക്കം ഇപ്പൊ കഷ്ടപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ട് കിടക്കൊക്കെ ഉള്ളൂ, വലിയ കിടപ്പൊന്നുമില്ല. കുഴപ്പമില്ല, നാളെ രാവിലെ പോയിട്ട് കാർഡിയോ ചെയ്യണ്ടല്ലോ. അനസിനെ ഏത് നേരവും ജിമ്മ് 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 എന്നുള്ളൊരു ചിന്ത മാത്രമല്ല. എന്ത് പറഞ്ഞാലും ജിമ്മുമായിട്ട് ഉപയോഗിക്കും. പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അയ്യോ കളിച്ച് നോക്കില്ല, കളിച്ച് അതൊരു കാർഡിയോ ആയിട്ട് കരുതി നടന്നോ? ഭ്രാന്ത് പോടവിടെ നിന്ന്. നാളെ വഴിക്ക് പോകണ്ടല്ലോ. പിന്നെ അധികം നാളെ പോയിട്ട് മറ്റേ വെയ്ക്കാനുണ്ട് അവിടെ എലിപ്റ്റിക്കലുണ്ട്. ട്രെഡ്മില്ലിന് വേറെ രൂപ. അനസ് ആകെ 5 മിനിറ്റ് ചെയ്യുള്ളൂ. 5 മിനിറ്റ് കൂടെ ആവില്ലേ? ചിലപ്പോൾ 4 മിനിറ്റ് ആകുമ്പോൾ അതാനസ് അതാനസ് ഞാൻ കൃത്യം 10 മിനിറ്റ് ചെയ്യും. ഇന്ന് 5 മിനിറ്റ് ചെയ്തുള്ളൂ കേട്ടോ. പിടയാതെ പിടയുന്നു കാണാതെ പോയി എങ്കിലും കുരങ്ങന്മാര് കണക്കുണ്ട്. ഒരു കുരങ്ങൻ മറ്റൊരു കുരങ്ങന്റെ ഫോട്ടോ എടുക്കുന്ന അത്യപൂർവമായൊരു ദൃശ്യ വിരുന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ കയറ്റത്തിന് ശേഷം വീണ്ടും ഇറക്കം വന്നിട്ടാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കഷ്ടപ്പാട് നിറഞ്ഞ കയറ്റങ്ങൾ ശേഷം എന്താണ് അവർ ഇറക്കുണ്ടാവുക. ഇപ്പൊ നമ്മുടെ യാത്ര അവസാനിച്ചിട്ട് പോകട്ടെ. തിരിച്ചു പോവാണ് കേട്ടോ, തിരിച്ചു പോവാണേ. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അത് ആരോ മാങ്ങ വാങ്ങി കൊടുത്തിട്ടേ കുരങ്ങനെ കഴിക്കാനാണ് കാണുന്നത് മാങ്ങ. അപ്പോൾ എനിക്ക് കയറാനുള്ള വണ്ടി വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങനെ മന്ദം അനസിങ്ങനെ വണ്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നിർത്തുന്നില്ല, വണ്ടി നിർത്തുന്നില്ല. നിർത്താണ്ട് പോയിട്ടോ എന്നെ ഓടിക്കണ പിന്നാലെ. നമ്മൾ ആ തിരുപ്പള്ളിക്ക് വരുമ്പോൾ ഫാസ്റ്റ് കിട്ടുന്ന വ്യൂ ഉണ്ട്, ഇത് ലോങ് വ്യൂ ആണത്. അവിടെ ഒരു ചെറിയ സൈഡ് നമുക്ക് കാണുന്നുള്ളൂ ഇവിടെ നിന്ന്. പക്ഷെ അവിടെ നമ്മൾ 2 എണ്ണം കിട്ടും. വേണ്ട കാഴ അത്യാവശ്യം കാഴ്ചയ്ക്കുണ്ട്. നല്ല ലോങ് സ്ട്രൈറ്റ് വ്യൂ ആണ് കേട്ടോ. നമ്മളങ്ങോട്ട് ഇവിടെ നിർത്തിയില്ല, കാരണം ഇവിടെ നിർത്താനേ പാർക്കിങ് കിട്ടാത്തവിടെ നിർത്താതെ പോയിട്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ നിന്നിട്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകണം. ഇതാണ് കറക്റ്റ് ഡിസ്റ്റൻസ് കേട്ടോ. നമ്മൾ നേരത്തെ സൂം ചെയ്താണ്.
നമ്മൾ തിരിച്ചു പോണ വഴിക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ ഇപ്പോൾ പോയപ്പോഴേക്കും നമ്മൾ നോട്ടം ഇട്ട് വെച്ചൊരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. ഷോപ്പൊന്നും പറയല്ല, ചെറിയൊരു തട്ടുകട. നമ്മൾ തിരിച്ചു വന്ന വഴിക്കൂടെ ഒന്ന് ഇറങ്ങി ഒരു ചായയും ഒരു പഴംപൊരിയൊക്കെ കഴിക്കാൻ തിരിച്ചിറങ്ങിയാണ്. അങ്ങനെ പതുക്കെ ഒരു ചായ കുടിച്ച് പിരിഞ്ഞു. കാണാതെ കാണുന്നതാരേ നീ. നമ്മളെ വരുന്ന വഴിക്ക് ജസ്റ്റ് നിർത്തിയാട്ടെ, ഒരു വഴി കണ്ടപ്പോൾ നിർത്തിയിട്ട് ഇറങ്ങിയാണ്. സീനാണ്, കാല് തെറ്റി വീണാൽ തീർന്ന് എത്തിക്കല്. എന്നാലും പയ്യൊന്ന് പോയി നോക്കാൻ വിചാരിച്ചു. വഴുക്കളൊക്കെ ഉണ്ട്, അത്യാവശ്യം മാറാമ്പലേക്ക് ഉണ്ട് വരുന്ന വഴിയിൽ. ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാട്ടോ. കൂടുതൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടുതൽ വഴി കണ്ട വഴി നേരെ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ ഇറങ്ങിയില്ല, പടിയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വഴുക്കലും ഒഴുക്കൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാതെ തിരികെ പോകുന്നു. മഞ്ഞക്കോഴിനെ വീട്ടിൽ കൂട്ടത്തിൽ മഞ്ഞല്ലേ വെള്ളക്കൂടിയില്ലേ? അടാ പന്നി എന്നെ കളിയാക്കാനുള്ള. കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടോരാം, കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവും കൊള്ള മാനോടും വീട്ടിൽ കൊണ്ടുവാം. പിന്നെ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടുവരാം.